എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ പോകുന്നില്ല എങ്ങോട്ടും. പോരെ, അത് വേണ്ട. ഇനി ആ കുറ്റവും മാനസയുടെ തലയിലായിരിക്കും വരിക. അതുകൊണ്ട് അത് വേണ്ട. എന്റെ സന്തോഷങ്ങളോ ആഘോഷങ്ങളോ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. മറ്റുള്ളവരുടേതൊന്നും തടസ്സപ്പെടുത്താനില്ല. നിങ്ങൾ പോയിട്ട് വാ. വിട്ടുകള. ആരുടെ മുന്നിൽ തോറ്റുവെന്ന തോന്നല് വേണ്ട. ചില തോൽവികൾക്ക് ഒരു വലിയ വിജയത്തെക്കാൾ മധുരം കൊണ്ടുവരാൻ കഴിയും. നോക്ക്, വാ. വാ. വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്താ സിദ്ധു വല്ലാതെ? സിദ്ധു കുടിച്ചിട്ടുണ്ടോ? എന്താ സിദ്ധു ഇത്? എന്തിനാ കുടിച്ചേ? എന്താ ഇത്? നീങ്ങ വാ, പറയാം. ഓക്കെ ഓക്കെ. എന്തോന്നിനാ അവിടെ നിൽക്കുന്നേ? വാ വാ കൊച്ചേ. വരണില്ലേ? ഓക്കെ. വന്നോ? ആ, എന്താ നോക്കുന്നേ? ഇതെന്ത് കോലോ സിദ്ധു? ഇഷ്ടപ്പെട്ടില്ല? ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ സിദ്ധു ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? പതുക്കെ പതുക്കെ പറഞ്ഞാ മതി. മാനസ ഒച്ച എടുത്താ അത് കേൾക്കാനും കേട്ട് ഒറ്റയ്ക്കിരുന്ന് കരയാനും അയാളും കുടുംബവും ഇല്ല ഇപ്പോ ഇവിടെ. നിന്റെ ഹരിയേട്ടനും ഫാമിലിയും. ഓക്കെ. ഉള്ളുവെന്ത് പഴുത്തപ്പോ ഇത്തിരി കുടിച്ചു. അതൊരിക്കൽ നിന്റെ ഹരിയേട്ടൻ പറഞ്ഞെന്ന വിദ്യ പരീക്ഷ നോക്കിയതാ. നിന്റെ ഹരിയേട്ടനെ പോലെ തന്നെ ഒരു ഗുണമില്ല. ഇതൊരിക്കലും എനിക്ക് സമ്മതിച്ചു തരാൻ കഴിയില്ല ഈ പുതിയ ശീലം. നിർത്ത. ഒരിച്ചിരി സ്വസ്ഥത തരുമോ നീ? സ്വസ്ഥത.
എന്നിട്ട് നീ എന്താ പറഞ്ഞു വരുന്നേ? അതു പിന്നെ അമ്മേ, അല്ല മനോജ് അവനവന്റെ വീടിന്റെ വർക്കൊക്കെ തീർത്തു എന്നാ പറഞ്ഞത്. അതിന് അല്ല ഞാൻ കൊല്ലി ഞാൻ നിന്നെ. ആ തെണ്ടിയുടെ പേര് മിണ്ടിയാലുണ്ടല്ലോ, നന്ദിയില്ലാത്തവളെ. നിന്റെ ഭാവിയെ കരുതിയാ ഞാൻ ഈ പാടൊക്കെ പെടുന്നേ. നിന്നെ സേഫ് ആക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് അടിമുടി കൈവിട്ട് പോയിരിക്കാ ഞാൻ. മനസ്സിലായോടി? അമ്മ ഞാൻ മിണ്ടരുത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, നിനക്കിപ്പ ആ തെണ്ടി ചെറുക്കനോട് ഈ ഇടയ്ക്ക് തോന്നിയ ഒരു അമ്മ കരുതുന്ന പോലൊന്നും ഇല്ല. അവൻ എപ്പോഴാ ഏത് നേരത്താ കേറി വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. നീ എന്റെ മുമ്പിൽ ഇന്ന് കള്ളം പറയല്ലേ. നീ വിളിക്കാതെ അവൻ വന്നു പറഞ്ഞാ ഞാനത് വിശ്വസിക്കില്ല. എനിക്കറിയില്ല നിന്നെ. എന്നെ നാണം കെടുത്താനുണ്ടായ ജന്മോ നീ. എനിക്കറിയില്ല. അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ. ഒച്ചയെടുത്താലുണ്ടല്ലോ, നിന്നെ ഒരിക്കലും വിശ്വസിച്ചതടി ഞാനിപ്പോ അനുഭവിക്കുന്നേ. നിന്റെ ഉള്ളിലെങ്ങാനും മനോജ് എന്ന് പറയുന്നവൻ ഇപ്പൊ കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദേ അത് വേണ്ട. അവന്റെ ആയുസ്സിന് ഇനി ഒരുപാട് നീളമില്ല. ഓർത്തോ നീ? എന്താടി നിന്റെ ഒളിഞ്ഞു നോട്ട് ഇതുവരെ നിർത്താറായില്ലേ? ആരെങ്കിലും ചുണ്ടനക്കി തുടങ്ങിയ അപ്പ കയറി വന്നോളൂ രണ്ട് ചായയും പൊക്കി പിടിച്ച്. നിന്നോട് ആരെങ്കിലും ചായ വേണമെന്ന് പറഞ്ഞോ ഇവിടെ? എന്താടി നിന്റെ വായില്? അപ്പച്ചി, അമ്മ പറഞ്ഞിട്ടാ ഞാൻ ചായയുമായി വന്നത്, അല്ലാതെ നിങ്ങളുടെ രഹസ്യം മറിഞ്ഞു നിന്ന് കേൾക്കാനല്ല. അല്ല, ഇനിയിപ്പോ എന്താ ഇത്രമാത്രം രഹസ്യം പറയാൻ? എല്ലാം എനിക്കറിയാം. വലിയ വീട്ടിലെ ഈ തമ്പ്രാട്ടി കൊച്ചിന് നല്ല പ്രായത്തിൽ പറ്റിയ തമാശ കഥ. അതിലും വലുത് ഇനിയിപ്പോ നിങ്ങൾക്ക് പറയാനുണ്ടോ അപ്പച്ചി? ഇടി തൊടരുത്. ഇനി എന്റെ നേരെ കൈ ഉയർത്തിയാ എന്റെ കുഞ്ഞാണ് സത്യം. തിരിച്ചടിക്കും ഞാൻ. എടി, നീ എന്താടി പറഞ്ഞത്? നീ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? ഇനി നിന്റെ അമ്മ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമെന്ന്. എന്നോട് ഒച്ചയെടുക്കാൻ 100 നാവായിരുന്നല്ലോ. കണ്ടില്ലേ അവള് പോയത്? അംബികേ, അയ്യോ ഏട്ടനോ? ഇതെന്താ പതിവില്ലാതെ ഇങ്ങനൊരു വരവ്? ഏയ് ഒന്നുമില്ല. വേണു സാർ നല്ല ഉറക്കവാ. ഓ, ഏട്ടൻ വാ. ഡേ, ഏതാടി ഈ മുതല്? സീതാലക്ഷ്മി. ഓ, ആ അവതാരം ഈ രൂപത്തിലാണല്ലേ? ഓഹോ,
അവിടെ കയറി വന്ന് തന്റെ ഇടം കാണിച്ച് സ്റ്റൈലിൽ നീ ഇറങ്ങിപ്പോയപ്പോ എനിക്ക് ഉറപ്പായിരുന്നടി നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആണൊരുത്തം വെയിറ്റിംഗിൽ ഉണ്ടായിരുന്നെന്ന്. അമ്മേ, ഏതാടി ഇവൻ? ശ്ശോ, അമ്മേ. ഇങ്ങനെ കണ്ടവനെയൊക്കെ പട്ടാപ്പകല് കുടുംബത്തെ വിളിച്ചു കയറ്റി ഇരുത്തിയിട്ടാണോടി നീ എന്റെ മുന്നിലെ കഥാപ്രസംഗം നടത്തിയത്? അമ്മ ഒന്ന് മിണ്ടാരടി. ഇവൻ നിന്നെ വേണ് കെട്ടുന്നതിനേക്കാൾ മുമ്പുണ്ടായിരുന്നതാണോ അതോ? വേണ്ട, അവര് പറയട്ടെ. എന്നാൽ അനിയൻ കേട്ടോ ഇവളുടെ വിശേഷങ്ങള്. ഇവളുമായി കൂട്ടുകൂടുന്നതിന് മുമ്പ് കുറെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് പറ. അത് ഇവള് വെറും എന്റെ അമ്മ ഒന്ന് നിർത്ത്. മിണ്ടാരിയടി. ഈ പെണ്ണും എന്റെ മോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല. എന്റെ നാവറയ്ക്കും. അമ്മ ഇങ്ങനെ വന്നേ, ഞാൻ പറയട്ടെ. എടുക്കടി. എടി അംബികെ, കുറച്ചു മുമ്പ് എന്റെ കരണത്തടിക്കുമെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ട് വന്നതാണല്ലോ നീ. എന്താ നിന്റെ തല ഇപ്പൊ താഴ്ന്നു പോയത്? ഇവൻ നിൽക്കുന്നത് കൊണ്ടാ? തുറന്ന് പറയടി. ഈ അമ്മ, ഇവനെ പോലെ എത്ര പേരുണ്ടടി നിനക്ക്? ഒറ്റ ഒരുത്തനേ ഉള്ളൂ ചേച്ചി, അത് ഞാനാ. ഇവള് ചേച്ചി അടിക്കുമെന്ന് പറഞ്ഞോ? ചോദിക്കാം അവളോട്. സീതാലക്ഷ്മി തല്ലിയിട്ട് നീ ജീവനോടെ ഈ ഭൂമിയിൽ കാലുകുത്തി നിൽക്കോ? ആണോ അംബികെ? നീ ചേച്ചി അടിക്കുമെന്ന് പറഞ്ഞോ? പറഞ്ഞതേ ഉള്ളൂ, അടിച്ചിട്ടില്ല ഇതുവരെ. പ്രായത്തിനൊരു ബഹുമാനം കൊടുത്തതാ. എന്നാലേ ഇനി അത് നോക്കണ്ട, നിവർന്നൊന്നങ്ങ് കൊടുത്തേക്ക്. അത്രയ്ക്ക് സംസ്കാരമില്ലാത്ത ചേച്ചിയാ. എടാ, എന്റെ അമ്മ, ഇത് ഇവളുടെ ഏട്ടനാ, SP ഹരിശങ്കറിന്റെ ബ്രദറല്ലോ. കഴിഞ്ഞോ? ഇനിയും വല്ലതും പറയാനുണ്ടോ? നീ വാ. മണ്ടത്തരം വിളിച്ചു പറഞ്ഞപ്പോ സമാധാനം ആയല്ലോ. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടി? ഞാൻ എത്ര വട്ടം വിളിച്ചു പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. എന്നിട്ട് കേട്ടോ? ഒന്ന് തന്നാലുണ്ടല്ലോ പോത്ത്. ഈ സീതാലക്ഷ്മി അമ്മ എന്ത് പണിയായി കാണിച്ചേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് ഇതിപ്പോ എവിടെ ചെന്നാ കണ്ടുപിടിക്കണ്ടേ? ഓഫ്. ഇവരൊക്കെ ആഹാ, മാഡം ഇവിടെ ഉണ്ടായിരുന്നു. ഓ, സീതാലക്ഷ്മി മേഡത്തിന്റെ എടാ മച്ചു, നീയോ? നീ എന്നാടാ അർജുന മാഡത്തിന്റെ ഡ്രൈവർ ആയത്? എടേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ മനോജ്, ആശാരിപ്പറമ്പിലെ മനോജ്. സീതാലക്ഷ്മി മാഡം അവിടെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ്. എന്താണ് കാര്യം? നിനക്കറിയോ? ഒരു ഉടായിപ്പ് മണക്കുന്നുണ്ടല്ലോ. എന്താ അർജുന, എന്തെങ്കിലും ഒന്ന് പറ. എന്താ കാര്യം? എടാ മാഡം എവിടെ? എടാ എന്നെ വരാൻ പറഞ്ഞ എന്തിനാണെന്ന് പറ. എടാ അർജുന,
അർജുന വിടാൻ പറയാൻ അർജുന മനസ്സിലായോടോ നിനക്കെന്നെ? നീയല്ലേ സാക്ഷി? സാക്ഷിക്ക് പ്രതിയെ കണ്ട തിരിച്ചറിയാതിരിക്കാനാവോ? രഘു, സീതാലക്ഷ്മി മാഡം പറഞ്ഞതനുസരിച്ച് അന്ന് ആ വേണുഗോപനെ ലോറി കയറ്റി കൊല്ലാൻ ശ്രമിച്ച രഘു. അർജുന എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയണ. അർജുനനല്ലല്ലോ അനിയ ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഞാനല്ലേ? ഞാൻ ആരോട് സാക്ഷി പറയില്ല. സത്യം, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ അതിനല്ല, ആ കാര്യത്തിനല്ല നിനക്ക് ഈ പണി, അല്ലേ അർജുന? അനിയ, വലിയ കൊച്ചമ്മമാരുടെ കുടുംബത്തിൽ ഡ്രൈവർ പണിക്ക് പോവാം, കുറ്റമില്ല. അവിടുത്തെ ഇളക്കക്കാരികളായ പെങ്കൊച്ചുങ്ങളെ പ്രേമിക്കാം, അതും കുറ്റമല്ല. അവളുമാര് സമ്മതിച്ചാൽ എന്തിനും നിന്നു കൊടുക്കാം, കുറ്റമല്ല. പക്ഷേ അവരെ കെട്ടണം, കെട്ടിക്കൂടെ താമസിപ്പിക്കണം, അവൾ വന്ന് നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വെച്ച് വിളമ്പണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? അല്ലേ അർജുന? നീ ആ പെണ്ണിനെ വിട്ടേക്ക്. നിനക്കൊന്നും സംഭവിക്കാതെ തിരിച്ചു പോവാം. ഞാൻ പറഞ്ഞോളാം അണ്ണനോട്. നീ ഈ സീൻ ഒഴിഞ്ഞു പൊക്കോ. അത് ഇവൻ പോവില്ലടാ. പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ ഉമ്മറത്ത് തന്നെ ഇവനെ പട്ട് പതപ്പിച്ച് കിടത്തണം, എന്നാലേ മിടുക്കനാവൂ. പ്രേമം കോപ്പെന്നൊക്കെ പറഞ്ഞ് കൊള്ളാവുന്ന കുടുംബത്തെ കൊച്ചു പെമ്പിള്ളരെ കറക്കെടുത്ത് വയറ്റിലുണ്ടായി കൊടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാ പന്നി. ഇന്ന് തീരാ മോനെ നിന്റെ പൊറുതി. അർഹിക്കാത്തത് ആഗ്രഹിച്ചതിനുള്ള ശിക്ഷ ഇത്. എന്ത് കാണിക്കുന്ന കാണിക്കുന്ന പന്നി. നീ ഒറ്റ ഒരുത്തനായതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നിനക്ക് എന്തിന്റെ വിഷമായിരുന്നോ കോപ്പേ? ആ മറ്റവൻ നിന്റെ പെങ്ങളെ കെട്ടിയോണ്ടെന്നല്ലോ. ഇനി അവള് പെങ്ങളെ കൊടുക്കാൻ വല്ല ഉദ്ദേശമാണോ നിനക്ക്? അണ്ണാ ഓടാ, ഒരു രക്ഷകൻ നടക്കുന്നു. ഇത്ര ക്ലോസ് ആയിട്ട് ഒരുത്തൻ കൈവെള്ള വന്ന് കിട്ടിയിട്ടും എന്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഒരുത്തൻ രക്ഷപ്പെട്ടു പോകുന്നത്. വെട്ടിപ്പൂളി മുളക് തേക്കേണ്ടത് നിന്നെയാ. ഇനി ആ സീതാലക്ഷ്മി മാഡത്തിന് നല്ല വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കും. ഉള്ളം കൈ കിട്ടിയവനെ ഉമ്മ വെച്ച് വിട്ടവനെ രഘു എന്ന് നാട്ടുകാർ പറയും. അതെനിക്ക് കുറച്ചില്ല, വലിയ കുറച്ചിൽ തന്നെയാ. നിനക്കവനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നല്ലേ? കൂട്ടുകാരനാ? കൂട്ടുകാരനൊന്നല്ല, അറിയാം, അത്രേ ഉള്ളൂ. എന്നിട്ടാണോ പന്നി അവനെ ആ കീച്ചാൻ പോണെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ എന്റെ കൂടെ കയറി വന്നത്? രക്ഷപ്പെടുത്താൻ വന്നത്. നീ നല്ലവനായി എന്ന് അറിയിക്കാൻ, പഴയ ഉടായ്പൊക്കെ നിർത്തി പുണ്യാളച്ചനായി എന്ന് തെളിയിക്കാൻ. പുണ്യാളച്ചൻ എവിടെയാണാവോ ചില്ലുകൂട് പണിയേണ്ടത്? മതി, നിർത്ത്. കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. എന്തോ അണ്ണനിപ്പോ ഒരാളെ കൊന്നാലേ സമാധാനാവുമെങ്കിൽ എന്നെ അങ്ങ് കൊല്ല്, അല്ലാതെ പിന്നെ
കൊല്ലും. നിന്നെയല്ല, അവനെ. രഘു നോട്ടം വെച്ച നെഞ്ചത്ത് പച്ച കുത്തി നടാ, കാലന്റെ മഷിപ്പച്ച. നോവിച്ച് വിടരുത് ഒന്നിനെയും, ഒരുത്തനെയും. അങ്ങനെ വിട്ടാ നേരം തെറ്റിയ നേരത്ത് വന്ന് തിരിഞ്ഞു കുത്തും നമ്മളെ. നോക്കണ്ട. ഇനി നീ ചെന്ന് ഇതൊക്കെ അവനെ അറിയിച്ച അവൻ ചിലപ്പോ നാട് വിട്ടു പോവും, രക്ഷപ്പെടും. എന്നാലും കൊല്ലും. അവനെയല്ല, നിന്നെ.